Hello students, I am going to talk about the topic LED bulbs. It is a portion given in the first chapter of your physics textbook, that is in the chapter named Effects of Electric Current. We all know that the acronym LED stands for Light Emitting Diode. So LED bulbs stands for Light Emitting Diode bulbs. An LED lamp or LED light bulb is an electric light for use in light fixtures that produces light using one or more light emitting diodes. അതായത് ഒന്നോ അതിലധികമോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിന്റെ ഹെൽപ്പ് വഴി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ലൈറ്റ് ആണ് LED ബൾബ് അല്ലെങ്കിൽ LED ലാമ്പ് എന്ന് പറയുന്നത്. Now let us discuss what is the symbol of an LED. You can see two images there. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു LED എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫസ്റ്റത്തേതാണ് അല്ലേ. സോ വെൻ യു ലുക്ക് ഇൻ ടു ദ ഫസ്റ്റ് ഇമേജ് യു ക്യാൻ സീ ദാറ്റ് ദർ ആർ ടു ലീഡ്സ് അല്ലേ, രണ്ട് ലീഡ്സ് അല്ലെങ്കിൽ രണ്ട് ലെഗ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വെൻ യു ലുക്ക് ഇറ്റ് ഡീപ്ലി യു ക്യാൻ സീ ദാറ്റ് ദ ഫസ്റ്റ് ലീഡ് ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ ദ അതർ വൺ അല്ലേ. ഫസ്റ്റത്തെ ലീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തേതിനേക്കാളും ലെങ്ത് കൂടുതലുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ലീഡ്. ഓക്കെ, പോസിറ്റീവ് സൈഡിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ആനോഡ്. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് ലീഡ് ഇറ്റ് ഈസ് ദ പോസിറ്റീവ് പാർട്ട് ഓഫ് an LED and it is termed as the anode part. And the second lead which is shorter than the first one and it will be the negative part of an LED and we usually term negative part as cathode. Okay, so there are two parts, anode the positive part and cathode the negative part. Now the second symbol it is the circuit symbol of an LED. അതിലും നമുക്ക് ആനോഡ് കാഥോഡ് മാർക്കിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് യു ഗൈസ് ആർ ഫെമിലിയർ വിത്ത് ദ ഇമേജ് ഓഫ് എ ഡയോഡ്, ഇസന്റ് ഇറ്റ്? നമ്മൾ ആ സർക്യൂട്ട് സിമ്പിൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു ഡയോഡിന്റെ സിമ്പിൾ തന്നെയാണത്. അതിൽ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്, രണ്ട് ആരോ മാർക്സ് വന്നിട്ടുണ്ട്. LED-ന്റെ ഡെഫിനിഷൻ നമുക്കറിയാം, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സോ ആ സർക്യൂട്ട് സിമ്പിളിനകത്ത് എക്സ്ട്രാ ആയിട്ട് രണ്ട് ആരോ മാർക്സ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് light is being emitted by the diode. Okay, so adana circuit symbol of an LED. Now let us see what are the advantages of LED bulbs. First one, as there is no filament there is no loss of energy in the form of heat. അതായത് LED ബൾബുകളിൽ ഫിലമെന്റിന്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഹീറ്റിന്റെ രൂപത്തിലുള്ള എനർജി ലോസ് LED ബൾബിന്റെ കേസിൽ ഉണ്ടാവുന്നില്ല. നമ്മൾ ഇതിനു മുമ്പുള്ള ടോപ്പിക്കിൽ കണ്ടു, അതായത് ഇൻകാൻഡസെന്റ് ബൾബ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഇൻകാൻഡസെന്റ് ബൾബ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഫിലമെന്റിന്റെ പ്രസൻസ് വഴിയാണ്, ഫിലമെന്റ് ഹീറ്റ് ആയിട്ട് അങ്ങനെയായിരുന്നു നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞത് ദർ വിൽ ബി എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു മേജർ ഭാഗവും ഹീറ്റ് ആയിട്ട് ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻകാൻഡസെന്റ് ബൾബ്സിന്റെ കേസിൽ. അപ്പം ഈ LED ബൾബ്സിന്റെ കേസിൽ അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. സോ ഇറ്റ് ഈസ് എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് LED ബൾബ്. സെക്കൻഡ് പോയിന്റ്, സിൻസ് ദർ ഇസ് നോ മെർക്കുറി ഇൻ ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ടു ദ എൻവയോൺമെന്റ്. അതായത് LED ബൾബ്സിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സിന്റെ പ്രസൻസ് ഒന്നും തന്നെ ഇല്ല. എക്സാമ്പിൾ മെർക്കുറി എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഹാംഫുൾ എലമെന്റ്സോ അല്ലെങ്കിൽ കോമ്പൗണ്ട്സോ LED ബൾബ്സിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എൻവയോൺമെന്റൽ പൊല്യൂഷൻസോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല LED ബൾബ്സിൽ. സോ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. തേർഡ് പോയിന്റ്, LED ലൈറ്റ്സ് ക്യാൻ വർക്ക് ഓൺ ലോ വോൾട്ടേജ് പവർ. അതായത് ഒരു ലോ വോൾട്ടേജിലും വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് LED ബൾബ്സിന്. നമുക്കറിയാം മറ്റ് ബൾബ്സുകൾ വർക്ക് ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും LED ബൾബ്സ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീട്ടിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിം ആവുന്ന കേസിലോ നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റ്സോ ഡിസ്ചാർജ് ലാംപ്സോ ഒക്കെ വർക്ക് ചെയ്യുന്നില്ലാത്ത കേസിൽ പോലും LED ബൾബ്സ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
Next point, available in small sizes. It is said that LEDs are available in different sorts of sizes and we can make it available even in very small ranges. അതായത് നമുക്ക് പല പല സൈസിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും സ്മോൾ സൈസ് ആയിട്ടുള്ള മില്ലിമീറ്റർ റേഞ്ചിൽ വരെ, അത്രയും ചെറുതായ സൈസിൽ വരെ നമുക്ക് LEDs അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ദേ വർക്ക് ഇൻസ്റ്റന്റ്ലി. അതായത് ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ് LEDസിനുള്ളത്. നമ്മൾ പവർ ഓൺ ആക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം ബ്രൈറ്റ്നെസ് തരാൻ വേണ്ടിയിട്ട് LEDസിനെ കൊണ്ട് സാധിക്കും. അതായത് എന്താണ്, നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മുടെ മാക്സിമം ബ്രൈറ്റ്നെസ് LED ബൾബ്സ് തരും. എന്നാൽ ചില ഹാലോജൻ ലൈറ്റ്സ് അല്ലെങ്കിൽ ലോ എനർജി ബൾബ്സ് എന്ന് പറയുന്നത് നമ്മൾ പവർ ഓൺ ചെയ്താലും ഒരു ഫ്യൂ മൊമെന്റ്സിന് ശേഷം മാത്രമേ അതിന്റെ മാക്സിമം ബ്രൈറ്റ്നെസ്സിലേക്ക് വരുന്നുള്ളൂ. പക്ഷെ LEDs എന്ന് പറഞ്ഞാൽ ദേ വർക്ക് ഇൻസ്റ്റന്റ്ലി. നെക്സ്റ്റ് പോയിന്റ്, ദേ ഓഫർ ഗ്രേറ്റ് ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി. അതായത് ഒരു ഫ്ലെക്സിബിൾ റേഞ്ച് ഓഫ് ഡിസൈൻസ് നമുക്ക് പോസിബിൾ ആണ്. അതായത് അതിൽ തന്നെ കളറ്, ഷെയ്ഡ്സ്, ബ്രൈറ്റ്നെസ്, ഈ പറഞ്ഞ ഫാക്ടേഴ്സിലൊക്കെ നമുക്കൊരു ഫ്ലെക്സിബിൾ റേഞ്ച് ഓഫ് ഡിസൈൻസ് LEDs പോസിബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് ഹൈ എഫിഷ്യൻസി. LEDs ആണ് നമ്മുടെ മോസ്റ്റ് എനർജി എഫിഷ്യന്റ് വേ ഓഫ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ LEDസിന്റെ 80 to 90% ഓഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേൺഡ് ഇൻ ടു ലൈറ്റ് റാദർ ദാൻ ഹീറ്റ്. അതായത് 80 to 90% അതിന്റെ എനർജി അത് ലൈറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് അബൌട്ട് 80 to 90% ഓഫ് എഫിഷ്യന്റ്. ദാറ്റ് ഈസ് ദേ ഹാവ് ഹൈ എഫിഷ്യൻസി. നെക്സ്റ്റ് പോയിന്റ്, LEDs are also very tough and durable. അതായത് LEDs എന്ന് പറയുന്നത് സ്റ്റേർഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പോണൻസ് വെച്ചിട്ടാണ് LEDs മേക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് സ്ട്രോങ് ആൻഡ് ലാസ്റ്റിംഗ്. സ്ട്രോങ്ങും ലാസ്റ്റിംഗും ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ LEDs എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് LEDs. നെക്സ്റ്റ് വൺ, ദേ ഹാവ് ഓൾമോസ്റ്റ് നോ UV എമിഷൻസ്. LEDസിന് UV എമിഷൻസ് ഒട്ടും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വളരെ ചെറിയ എമൗണ്ടിലുള്ള ഇൻഫ്രാറെഡ് എമിഷൻസേ LEDസിനുള്ളൂ. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസിന്റെ ബേസിൽ LEDസിനെ നമ്മൾ കൂടുതലും സ്റ്റോറേജ് ഫെസിലിറ്റീസിൽ LEDs ആണ് യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് റീസൺ കാരണം. നെക്സ്റ്റ് പോയിന്റ്, സേവ്സ് ഇലക്ട്രിസിറ്റി. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ദിസ് വിൽ വർക്ക് ഓൺ ലോ വോൾട്ടേജ് പവർ. നമുക്ക് വളരെ ചെറിയ പവറിലും LEDs വർക്ക് ചെയ്യും. സോ ഒബ്വിയസ്ലി നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ്, LED lights last far longer than incandescent or halogen bulbs. അതായത് ഇൻകാൻഡസെന്റ് ബൾബ്സിനെ അല്ലെങ്കിൽ ഹാലോജൻ ബൾബ്സിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ വളരെ ലോങ് ലൈഫാണ് LED ലൈറ്റ്സിനുള്ളത്. അത് അതിന്റെ കമ്പോണൻസിനെ മേക്ക് ചെയ്തിരിക്കുന്ന പെക്യുലാരിറ്റീസ് കൊണ്ടും പിന്നെ അതിന്റെ ഈ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ട് തന്നെ LED ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലാസ്റ്റ് ഫാർ. സോ അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ആൻ LED ബൾബ്. മെയിൻ ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഇതിൽ കൂടുതൽ പോയിന്റ്സ് ഇനിയും നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം ഇതിലും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ യു ക്യാൻ ആഡ് ഇറ്റ് ബൈ യുവർ സെൽഫ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ anatomy of an LED bulb. Now let's discuss what are the parts of an LED bulb. 7 മെയിൻ പാർട്സ് ആണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. First one, it is the base unit and this is the part that connects the bulb to the holder. അതായത് ബൾബിനെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ പാർട്ടിന് പറയുന്ന പേരാണ് ബേസ് യൂണിറ്റ് എന്ന്. ബേസ് യൂണിറ്റിന്റെ 2 ഇമേജസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിൽ ആ റെക്ടാങ്കുലർ പോർഷനിൽ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന പാർട്ടാണ് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ബേസ് യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഹാവ് എ പർട്ടിക്കുലർ ബൾബ് സോക്കറ്റ് ഓൾസോ. അല്ലെ, 2 ഇമേജസ് നോക്കിയാൽ അറിയാം രണ്ട് ബേസ് യൂണിറ്റും സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്.
സോ രണ്ടെണ്ണത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ പർട്ടിക്കുലർ ബൾബ് സോക്കറ്റും ആ ഫിഗേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഇറ്റ് ഈസ് ഹീറ്റ് സിങ്ക് and it is a part close to the base unit of the bulb and it is an arrangement for absorbing heat from the base. അതായത് നമ്മളിപ്പം ബേസ് യൂണിറ്റ് കണ്ടു. ബേസ് യൂണിറ്റിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന പാർട്ടാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. അത് ബേസിൽ നിന്നും ഹീറ്റിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നത്. അതാണ് ഹീറ്റ് സിങ്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെന്റ് ടൈപ്സിലുള്ള ഹീറ്റ് സിങ്കിന്റെ ഫിഗേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ് പ്ലേറ്റ് ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി എ മെറ്റൽ പ്ലേറ്റ് ദാറ്റ് ഫിക്സസ് ഇറ്റ് ടു ദ ഹോൾഡർ. അതായത് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റൽ പ്ലേറ്റ്, അത്രയുമേ ഈ ബേസ് പ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് ആൻഡ് ദേ ആർ ദ സ്ക്രൂസ് ഫോർ ഫിക്സിംഗ് വയേഴ്സ് ഫ്രം LED ഡ്രൈവ് ടു ദ ബേസ് യൂണിറ്റ്. അതായത് LED ഡ്രൈവും ബേസ് യൂണിറ്റും തമ്മിൽ കണക്ഷൻ വരുന്ന വയേഴ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രൂസ് ആണ് ഈ ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. നെക്സ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് പവർ സപ്ലൈ ബോർഡ് ഓർ LED driver and the function of this is to convert AC into DC and supply the necessary output voltage. അതായത് LED driver എന്ന് പറഞ്ഞാൽ we can say it is an electrical circuit used to power a light emitting diode. ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണെന്ന് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. ഒരു പവർ സപ്ലൈ ബോർഡിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് ഈസ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഓർ LED chip board. LEDs are fixed on this board and in this the positive and negative polarities are marked. LEDs സോൾഡർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു സർക്യൂട്ട് ബോർഡിനെയാണ് ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. And it features a chip that creates the light as it is electrically connected. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റീസ് മാർക്ക് ചെയ്തിരിക്കും. നമ്മളിത് ഈ സർക്യൂട്ട് ബോർഡ് നമ്മൾ ഇലക്ട്രിക്കലി കണക്ട് ചെയ്യുമ്പോഴത്തേനും this will help us to create light. And the last part it is the diffuser cup. And this is the part from which the light comes out of the bulb. അതായത് നമ്മുടെ ബൾബിൽ നിന്നും ലൈറ്റ് പുറത്തേക്ക് വരുന്ന ആ പാർട്ടിനാണ് നമ്മൾ ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. ആ ഇമേജസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബൾബ് നോക്കുവാണെങ്കിൽ അതിന്റെ ഏറ്റവും എൻഡ് പാർട്ടിലായിട്ടുള്ള ആ ബൾജ് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു LED ബൾബിന്റെ ഡിഫറെന്റ് പാർട്സും അതിന്റെ യൂസസും കണ്ടു. ഇനി ഈ ഒരു എല്ലാ പാർട്സും കൂടെ വെച്ചിട്ട് ഒരു കംപ്ലീറ്റഡ് പിക്ചർ ഓഫ് എൻ LED എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ഡിഫറെന്റ് പാർട്സ് ഓഫ് എൻ LED എന്ന് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഇമേജ് നമ്മൾക്ക് ഒരു ബൾബിന്റെ ഒരു ഇന്റീരിയർ പാർട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത എല്ലാ പാർട്സും നമുക്ക് ആ ഇന്റീരിയർ പാർട്ടിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. So this is the figure showing the completed picture of an LED bulb. Now we can discuss how can we construct an LED bulb using all these parts. Now let's see what are the steps for the construction of an LED bulb. LED bulb എങ്ങനെയാണ് construct ചെയ്യുന്നത് നമുക്ക് നോക്കാം. First step, fix the base unit by punching it onto the heat sink. അതായത് ബേസ് യൂണിറ്റും ഹീറ്റ് സിങ്കും തമ്മിൽ കണക്ട് ചെയ്യുക. Second step, cover the power supply board using insulation tapes in such a way that the input and the output supply wires will be visible out but will not get covered with dust or moisture. അതായത് നമ്മുടെ പവർ സപ്ലൈ ബോർഡ് ഒരു ഇൻസുലേഷൻ ടേപ്പ് വഴി കവർ ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ട് സപ്ലൈ വയേഴ്സും നമുക്ക് വിസിബിൾ ആയിരിക്കുന്ന രീതിയിൽ വേണം കവറിങ് ചെയ്യാൻ. Third step, fix the wires seen on the input part of the power supply board to the back conductor by passing it through heat sink and terminal holes. അതായത് പവർ സപ്ലൈ ബോർഡിന്റെ ഇൻപുട്ട് പാർട്ടിൽ കാണുന്ന വയേഴ്സിനെ നമ്മൾ ബാക്ക് കണ്ടക്ടറിലേക്ക് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫിക്സ് ദ റെഡ് വയർ ഇൻ ദ ഔട്ട്പുട്ട്
into the part marked positive in the board and the black wire into the negative marking. അതായത് പവർ സപ്ലൈ ബോർഡിന്റെ ഔട്ട്പുട്ട് പാർട്ടിലുള്ള റെഡ് വയർ നമ്മൾ നമ്മുടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ പോസിറ്റീവ് മാർക്കിങ്ങിലേക്കും അതേപോലെ തന്നെ പവർ സപ്ലൈ ബോർഡിന്റെ ഔട്ട്പുട്ടിലുള്ള ബ്ലാക്ക് വയേഴ്സ് നമ്മുടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ നെഗറ്റീവ് മാർക്കിങ്ങിലേക്കും കണക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, apply heat sink compound at the back of the LED printed circuit board and then fix it onto the base plate. അതായത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ LED പ്രിന്റഡ് സർക്യൂട്ട് ബോർഡും നമ്മുടെ ഹീറ്റ് സിങ്കും ബേസ് പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് LED പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഹീറ്റ് സിങ്കിലേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഹീറ്റ് സിങ്കും ബേസ് പ്ലേറ്റും തമ്മിൽ കണക്ഷൻ ചെയ്യുക. The last step, press and close the heat sink by using the diffuser cup. സോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇത്രയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിലേക്ക് ഡിഫ്യൂസർ കപ്പാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോർഷൻ. ഡിഫ്യൂസർ കപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ LED. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ LED ബൾബിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ LED ബൾബിന്റെ ഫോൾഡറിൽ ഇടുക. So only then we can make it perform. We have completed discussing the portion LED bulbs, and also we have included the topics like advantages of using an LED, different parts of an LED bulb along with its uses, and the different steps for the construction of an LED. So now let's discuss or let's assess some questions based on these topics. Now let's discuss some questions. The first one, which are the lamps that are mostly used nowadays and why? Second question, find out the odd one which is not suitable for the advantages of LED. It requires only a small quantity of power. It is not harmful to the environment. Ultraviolet rays are formed due to its discharge. So you have to find out which is the odd one from this. Third question, identify the different parts of an LED bulb. Fourth one, what are the different steps for the construction of an LED bulb? I hope all of you guys understood the topic which we have discussed, and thank you for watching.